അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 നിന്ന് റോക്കി പുറത്തായിരിക്കുകയാണ്. റോക്കി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലാണ് പുറത്തായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോയ്ക്കകത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം. ദേഷ്യം കാര്യം എത്ര പ്രൊവോക്കേഷൻ ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ നടന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ചിലപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് കാത്തിരുന്നായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത്. അതുവരെ കൊണ്ട് നശിപ്പിക്കുന്ന പരിപാടി ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായി കഴിഞ്ഞാൽ റോക്കി പുറത്തായിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് കുറെ ന്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന സിജോയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി, അതേപോലെ റോക്കിയെ ഹോട്ടൽ റൂമിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. നിലവിൽ പുറത്തായി എന്നാണ് ഇപ്പൊ അറിയുന്ന കാര്യം. സിജോ പുറത്തിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ പുറത്താക്കേണ്ട കാര്യമില്ല, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, ഞാനിത് വെച്ച് മുതലെടുക്കത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ നമുക്ക് റെസ്പെക്റ്റാ തോന്നുക കേട്ടോ. സിജോയുടെ ആ ഒരു കാര്യത്തിനകത്തോട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. കാര്യം അങ്ങനെ ആ ഒരു അടി കിട്ടിയിട്ടും സിജോ കുറച്ചു നേരം ഇച്ചിരി വിഷമിച്ച് കരഞ്ഞെങ്കിലും പിന്നെ പുള്ളി അത് ഓക്കെ ആയിട്ട് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, എത്ര ആയാലും എനിക്ക് അവൻ ഫ്രണ്ടാണ്, ഞാൻ അവനെ ഒരിക്കലും ചതിക്കില്ല എന്ന്. രാവിലെ തൊട്ടേ റോക്കി തുടങ്ങിയ പരിപാടിയാണ്. ഒരു ആഹാരത്തിന്റെ പേരിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, അപ്സര എടുത്ത് കിടന്ന് ചൂടാവുന്നു, പഴയ ഭക്ഷണം കുക്ക് ചെയ്തിരുന്നെന്നും പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. കാര്യം റോക്കിയെ സംബന്ധിച്ച് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ടോപ്പ് 5 ഒക്കെ വരുന്നതായിരുന്നു. ഈ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള പട്ടി ഷോയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയായിരുന്നെങ്കിൽ അത്യാവശ്യം നിലനിന്ന് പോയനെ. റോക്കി ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ ഇരുന്ന്. എൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ട്, ഞാൻ 6 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഈ ഷോയിൽ കയറാൻ പറ്റിയത്, ആ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ചിന്തിക്കണം ഇതിനകത്തോട്ട് വരുമ്പോൾ. പ്രത്യേകിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇടിക്കണമെന്ന്, അല്ലാതെ വന്നിട്ട് ചുമ്മാ നിൽക്കില്ലെന്നുള്ള രീതി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന പോലെയൊക്കെയാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. ഇപ്പൊ ആൾക്കാരെല്ലാം വിളിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, അത് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഇടിച്ചത്, അല്ലെങ്കിൽ ദേഹത്ത് തുടലെന്ന് പറഞ്ഞിട്ട് സിജോ തൊട്ടേന്റെ പേരിലല്ലേ തിരിച്ചിടിച്ചതൊക്കെ. ഈ ഷോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യമുണ്ട്. കാര്യം സീസൺ 4 ഒക്കെ അറിയാം, അതിനകത്തൊരു പിടിച്ച് തള്ളു നടന്നത്, അവിടെ അടിയും നടന്നില്ല, അപ്പോഴേ പുറത്താക്കി. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഈ ഒരു ഷോയ്ക്കകത്തോട്ട് ഇങ്ങനൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവ എന്തറിഞ്ഞിട്ടാണ് ഈ ഒരാളെയൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ സത്യം പറഞ്ഞാൽ സിജോയുടെ ഭാഗത്ത് വേറെ വല്ലവരും ആണെന്ന് അങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം സിജോയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം. സിജോയ്ക്ക് അറിയാം, സിജോ തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ സിജോയ്ക്ക് പുറത്തു പോകുമെന്ന് സിജോയ്ക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സിജോ വലുതായിട്ടൊന്നും പ്രതികരിക്കാതെ നിന്നായിട്ട് തോന്നുന്നത്. എന്തായാലും ഒരു പല്ല് ഇളവിയിട്ടുണ്ട്, ആ ഒരു ഇടി കിട്ടി. അത്യാവശ്യം നല്ലൊരു പഞ്ചായിരുന്നു ഈ ഭാഗത്ത്, ഇവിടെ ഈ അറ്റത്തം കണ്ടാന്ന് തോന്നുന്നു, ഒരു പല്ല് ഇളവിയിട്ടുണ്ട്. എന്തായി കഴിഞ്ഞാലും റോക്കി പുറത്തായിട്ടുണ്ട്, സ്വന്തമായിട്ട് വരുത്തി വെച്ചവനാ, അത്രയും തന്നെ പറയാം. പോരാതന്നെ ഈ പറയുന്ന റോക്കിക്ക് അത്യാവശ്യം ഭയങ്കര PR ടീമുകളുണ്ടായിരുന്നു. തമാശയല്ല, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച് വന്നതാണ്. കാര്യം ഈ ഒരു ഷോയിൽ കയറുമ്പോഴത്തേക്ക് ശരിയാണ്, PR വർക്കൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാലും ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടും കാര്യം ഇതിനു വേണ്ടിയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് കാണും. അതെല്ലാം കൊണ്ട് കളഞ്ഞ് ഒരു വഴിയാക്കിയിട്ടുണ്ട്. അളിയൻ എന്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളത്തേക്ക് ചിലപ്പോൾ നാട്ടിൽ വരുമായിരിക്കാം. അല്ലെങ്കിൽ ഇനി ലാലേട്ടന്റെ എപ്പിസോഡിലാണോ എനിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ പുറത്താക്കുന്ന ഒരു കാര്യം നിലവിൽ പുറത്തായി എന്നാണ് പറയുന്നത്. കാര്യം അവരുടെ വീട്ടുകാരെ അനുവദിച്ചാലോ ഈ പറയുന്ന സിജോ തിരിച്ച് കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരിക്കലും കേട്ടത്തില്ല. അങ്ങനെ കേട്ടിക്കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെന്നേ പറയത്തുള്ളൂ ആൾക്കാർ. കാര്യം ഇത്രയും ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് നാളെ ഒരു കാലത്ത് വീണ്ടും ഒരാളെ അടിച്ചിട്ട് അയാൾ ക്ഷമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിരന്തരം ഇതിനകത്ത് തുടരും. അപ്പോൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആരും തുടരാനായിട്ട് സമ്മതിക്കത്തുമില്ല അവരുടെ ടീം വന്നു. ഇത് ശരിക്കും പോലീസ് കേസ് ആവേണ്ട കാര്യമാണ്. സിജോയുടെ വീട്ടുകാർക്കൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ റോക്കിക്കെതിരെ കേസെടുക്കും. റോക്കിക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. കാര്യം ഇപ്പം വന്നിരുന്ന് കരഞ്ഞിട്ട് വീട്ടുകാരോടെ മാപ്പ് പറയുന്നു, സിജോയുടെ മാപ്പ് പറയുന്നു ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പ് തന്നെ, അതാദ്യമേ ചിന്തിക്കുക. എന്തായാലും സിജോ ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ട് അത് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കാര്യം ഇപ്പൊ സിജോ സത്യം പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ ആവുന്ന അവസ്ഥയാണ്. കാര്യം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവനെ പുറത്താക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒബ്വിയസ്ലി എന്താണ് ഫാൻ ബേസ് നല്ല രീതിയിൽ കയറത്തേ ഉള്ളൂ സിജോയ്ക്ക്. ആ ഒരു കാര്യത്തിൽ സിജോ ആ ഒരു തീരുമാനം എടുത്ത ഭയങ്കര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റോക്കിയുടെ ഫാൻസിനൊക്കെ ഭയങ്കര സന്തോഷമാവുമായിരിക്കാം. എന്തായി കഴിഞ്ഞാലും റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.